പോസ്റ്റൽ ഇൻഫോ പ്ലസ് എന്നതിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ തുടർന്നുള്ള ഭാഗമാണ് പറയുന്നത്. ഇതിനു മുമ്പ് 2 ക്ലാസ്സുകൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്തിട്ടുണ്ട് ഈ ചാനലിൽ. അതിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിരിക്കാം. ആദ്യത്തെ ക്ലാസ് പറഞ്ഞത് ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒറിജിൻ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഉത്ഭവം, എങ്ങനെ ഉണ്ടായി വന്നു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. രണ്ടാമത്തെ സെക്ഷനിൽ പറഞ്ഞത് ആമുഖമാണ്. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷന് ഒരു ആമുഖമുണ്ട്, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് രണ്ടാമത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. ഈ ഒരു സെക്ഷനിൽ പറയാൻ പോകുന്നത് ബോറോഡ് കൺസെപ്റ്റ്സ്, അതായത് കടമെടുത്ത ആശയങ്ങൾ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായി വന്നിട്ടുള്ളത് മറ്റ് പല രാജ്യങ്ങളുടെയൊക്കെ ഈ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ റെഫർ ചെയ്തിട്ട് അതിനകത്തുള്ള ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസൊക്കെ ഇങ്ങോട്ട് എടുത്ത് കൂട്ടിച്ചേർത്താണ്, അതായത് കടം കൊണ്ടിട്ടാണ് നമ്മുടെ ഭരണഘടന ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ബോറോഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് നമ്മുടെ ഭരണഘടനയെ പറയും. കടം കൊണ്ട ഭരണഘടന എന്ന മലയാളത്തിൽ ബോറോഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ആ ഒരു സെക്ഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നും ഏതൊക്കെ ആശയങ്ങൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് വന്നിരിക്കുന്നു. ആദ്യം പറയുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935, അതായത് 1935 ബ്രിട്ടീഷുകാർ പാസ്സാക്കിയ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിൽ നിന്നും കടമെടുത്ത ആശയങ്ങൾ. ഇതാദ്യം പറയാൻ കാരണം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഏറ്റവും കൂടുതൽ ആശ്രയിക്കപ്പെട്ട് നിൽക്കുന്നത് ഈ ഒരു ആക്റ്റുമായിട്ടാണ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്ന് കടമെടുത്ത ആശയങ്ങളാണ് എമർജൻസി പ്രൊവിഷൻസ്, പബ്ലിക് സർവീസ് കമ്മീഷൻസ്, ഫെഡറൽ സ്കീം. അപ്പോൾ ഞാൻ ഈ വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഓരോ കൺട്രികൾ പറയുക, ആ കൺട്രിയിൽ നിന്ന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് കടമെടുത്ത ആശയങ്ങൾ പറയുക, അത് ചെറുതായിട്ടൊന്ന് വിശദീകരിക്കുക. കാരണം നമ്മൾ അതിലെ ടേംസുകളായിട്ട് ചെറുതായിട്ടൊന്ന് പരിചയപ്പെട്ട് പോകാം. വിശദമായിട്ട് നമ്മൾ പിന്നീട് ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട്. ആദ്യം തുടക്കം നിലയിൽ ചില ടേമുകൾ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന ചില ടേമുകൾ നമുക്കൊന്ന് ചെറുതായിട്ട് പരിചയപ്പെട്ടു പോകാം. അതിൻ്റെ കൂടെ തന്നെ എക്സാം വൈസിൽ ഈ പ്രൊവിഷൻസും കടമെടുത്ത ആശയങ്ങളും ഓർത്തു വയ്ക്കാനായിട്ട് അതിൻ്റെ ഒരു കോഡൂടെ പറഞ്ഞു പോകാം. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 അടുത്തുള്ളതാണ് എമർജൻസി പ്രൊവിഷൻസ്, അടിയന്തരാവസ്ഥ, പബ്ലിക് സർവീസ് കമ്മീഷൻസ്, ഫെഡറൽ സ്കീം. എമർജൻസി പ്രൊവിഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും അടിയന്തരാവസ്ഥ നമ്മൾ കേട്ടിട്ടുണ്ട്, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് ഇപ്പോൾ ഈ കലാപങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് പ്രധാനമായിട്ട് നമ്മൾ കേട്ടിട്ടുള്ളത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടു എന്നൊക്കെ. അപ്പോൾ അത് കടമെടുത്തിരിക്കുന്നത് ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എന്നാണ്. പബ്ലിക് സർവീസ് കമ്മീഷൻസ്, ഫെഡറൽ സ്കീം, ഇതിൻ്റെ കോഡ്, അതായത് ഈ ഒരു 3 കൺസെപ്റ്റുകളും കണക്ട് ചെയ്യാൻ വെക്കാനായിട്ട് PSCയുടെ സ്കീം എമർജൻസി ആയിട്ട് ഗവൺമെൻറ് മാറ്റി എന്നാണ്. PSCയുടെ സ്കീം എമർജൻസി ആയിട്ട് ഗവൺമെൻറ് മാറ്റി, അതാണ് കോഡ്. PSC എന്നുള്ളതിനകത്ത് നിന്ന് പബ്ലിക് സർവീസ് കമ്മീഷൻസ് എന്ന് ഓർത്തെടുക്കാം, സ്കീം എന്നുള്ളതിനകത്ത് നിന്ന് ഫെഡറൽ സ്കീം എന്ന് ഓർത്തെടുക്കാം, എമർജൻസി എന്നുള്ളതിനകത്ത് നിന്ന് എമർജൻസി പ്രൊവിഷൻസ് എന്ന് ഓർത്തെടുക്കാം. ഗവൺമെൻറ് എന്നുള്ളതിനകത്ത് നിന്ന് ഈ 3 കാര്യങ്ങളും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എന്ന് കടമെടുത്താണെന്ന് കണക്ട് ചെയ്തെടുക്കാം. അടുത്ത ജപ്പാൻ, കൺസെപ്റ്റ് ഓഫ് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലാ, അതായത് നിയമാനുസൃതമായ നടപടിക്രമങ്ങൾ, അത് എടുത്തിരിക്കുന്നത് ജപ്പാനിൽ നിന്നാണ്. അപ്പോൾ അതിൻ്റെ കോഡ് ജലം, ജ ഫോർ ജപ്പാൻ, ലം ലാ എന്ന് ഓർത്തെടുക്കുക, പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലാ, ജലം. അടുത്ത ജർമ്മനി, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ സസ്പെൻഡഡ് ഡ്യൂറിങ് എമർജൻസി, അതായത് അടിയന്തരാവസ്ഥ സമയത്ത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് സസ്പെൻഡ് ചെയ്യപ്പെടും. ആ ഒരു ഐഡിയ, ആ ഒരു കൺസെപ്റ്റ് കടം കൊണ്ടിരിക്കുന്നത് ജർമ്മനിയിൽ നിന്നാണ്. അപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്താണ് നമ്മൾ വിശദമായിട്ട് ഇനി അതിൻ്റെ ക്ലാസ് ചെയ്യുന്നുണ്ട്, എന്നാലും ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പോവാം. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ബേസിക് ആയിട്ടുള്ള റൈറ്റ്സ്, പൗരന്മാർക്ക് ഇപ്പോൾ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, പിന്നെ ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശം, അങ്ങനെയുള്ള റൈറ്റ്സുകൾ പൗരനുള്ള. അപ്പോൾ ഇങ്ങനെയുള്ള റൈറ്റ്സ്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഈ എമർജൻസി സിറ്റുവേഷനിൽ സസ്പെൻഡ് ചെയ്യപ്പെടും. ഈ അടിയന്തരാവസ്ഥ സമയത്ത് അത് സസ്പെൻഡ് ചെയ്യപ്പെടും. ആ ഒരു ഐഡിയ എടുത്തിരിക്കുന്നത് ജർമ്മനിയിൽ നിന്നാണ്. അപ്പോൾ അതിൻ്റെ കോഡെന്ന് പറയുന്നത് ദെയർ ആർ മെനി എമർജൻസി കേസസ്, അവിടെ ഒരുപാട് എമർജൻസി കേസുകളുണ്ട്. അതിനകത്ത് മെനി എന്നുള്ളതിനകത്ത് നിന്ന് ജർമ്മനി എന്ന് കണക്ട് ചെയ്യാം, എമർജൻസി എന്നുള്ളതിനകത്ത് നിന്ന് ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എമർജൻസി സമയത്ത് സസ്പെൻഡ് ചെയ്യപ്പെടും എന്ന് ഓർത്തെടുക്കാം. അപ്പോൾ നേരത്തെ ഒരു എമർജൻസി വന്നിട്ടുണ്ട്, അത് ഈ എമർജൻസി പ്രൊവിഷൻസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഇവിടെയുണ്ട്, ജർമ്മനിയിലുണ്ട് ഒരു എമർജൻസി കോഡിൽ. അപ്പോൾ കോഡ് കണക്ട് ചെയ്ത് ഓർത്തെടുക്കുമ്പോഴത്തേക്കും തിരിഞ്ഞു പോരുത്. അപ്പോൾ ഇങ്ങനെ ഓർത്ത് വയ്ക്കുക, മെനി എമർജൻസിയാണ്, ഒരുപാട് എമർജൻസി വരുവാണ്. അപ്പോൾ അത് കലാപമൊക്കെ ഉണ്ടാകുമ്പോഴാണ്.
അപ്പോൾ ഓർത്തെടുക്കുക, കലാപങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ മൗലികാവകാശങ്ങൾ സസ്പെൻഡ് ചെയ്യപ്പെടും എന്നോർത്ത് കണക്ട് ചെയ്യുക. അടുത്ത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നെടുത്തുള്ളതാണ് എലക്ഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് ദ രാജ്യസഭയുടെ മെമ്പേഴ്സിൻ്റെ എലക്ഷൻ. അമെൻമെൻറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ചെയ്യുക, ഭേദഗതി വരുത്തുക, അത് മാറ്റങ്ങൾ വരുത്തുക. നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്രിയാമ്പിളൊക്കെ അമെൻമെൻറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ കോഡെന്ന് പറയുന്നത് രാജു എസ്സേ എഴുതി എബൌട്ട് അമ്മ. രാജു അവൻ്റെ അമ്മയെക്കുറിച്ചൊരു എസ്സേ എഴുതി. ഇതിനകത്ത് രാജു എന്നുള്ളതിനകത്ത് നിന്ന് എലക്ഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് ദ രാജ്യസഭ എന്ന് കണക്ട് ചെയ്യാം. എസ്സേ എന്നുള്ളത് സ്പെല്ലിങ് നോക്കണ്ട, എസ്സേ എന്ന് പറയുമ്പോൾ സൗത്ത് ആഫ്രിക്ക അങ്ങനെ ഓർത്തെടുക്കുക. എബൌട്ട് അമ്മ എന്നുള്ളതിനകത്ത് നിന്ന് അമെൻമെൻറ്റ് എന്ന് ഓർത്തെടുക്കുക. ഓസ്ട്രേലിയ കൺസെപ്റ്റ് ഓഫ് കൺകറൻറ്റ് ലിസ്റ്റ് എന്ന ആശയം. ജോയിൻറ്റ് സിറ്റിംഗ് ഓഫ് ദ 2 ഹൗസസ്, അതായത് 2 അപ്പർ ഹൗസ് ലോവർ ഹൗസ്, ലോക്സഭ രാജ്യസഭ 2 ഹൗസിൻ്റെയും ജോയിൻറ്റ് സിറ്റിംഗ് സംയുക്ത സമ്മേളനം എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ നിന്നാണ്. അപ്പോൾ എന്താണ് കൺകറൻറ്റ് ലിസ്റ്റ്? 3 ലിസ്റ്റുകളുണ്ട്: യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്. ഇപ്പോൾ ഓരോ ലിസ്റ്റിൻ്റെ അണ്ടറിലും കുറേ കാറ്റഗറികൾ ഉണ്ടാവും. ഇപ്പോൾ യൂണിയൻ ലിസ്റ്റിൻ്റെ അണ്ടറിൽ ഡിഫൻസ്, ബാങ്കിങ്, റെയിൽവേ, ഇങ്ങനെ കുറേ കാറ്റഗറികൾ ഉണ്ടാവും. ഇതിൻ്റെയൊക്കെ അധികാരം പോകുന്ന കേന്ദ്ര ഗവൺമെൻറ്റിനാണ്. സ്റ്റേറ്റ് ലിസ്റ്റിൻ്റെ അണ്ടറിൽ ഇതുപോലെ കുറേ കാര്യങ്ങളുണ്ടാവും. അതിൻ്റെ അധികാരം അതുമായിട്ട് സംബന്ധിച്ചുള്ള അധികാരമൊക്കെ പോകുന്നത് സ്റ്റേറ്റുകൾക്കാണ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്കാണ്. അപ്പോൾ അതാണ് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്. ഇനി കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു ലിസ്റ്റിൽ വരുന്ന കാറ്റഗറീസിൻ്റെ മുകളിൽ ഈ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ഒരുപോലെ ഇടപെടും. കൺകറൻറ്റ് ലിസ്റ്റിലെ കാറ്റഗറീസിനെ സംബന്ധിച്ചുള്ള ലാ മേക്കിങ് 2 ഗവൺമെൻറ്റുകൾക്കും നടത്താം, കേന്ദ്ര ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവൺമെൻറ്റിനും. അപ്പോൾ ആ കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞ ആശയം എടുത്തിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ നിന്നാണ്. പിന്നെ സംയുക്ത സമ്മേളനം, സഭകളുടെ സംയുക്ത സമ്മേളനം എന്ന ആശയം എടുത്തിരിക്കുന്ന ഓസ്ട്രേലിയയിൽ നിന്നാണ്. അപ്പോൾ ഇതിൻ്റെ കോഡ് ജോയിൻ്റായി വരുന്ന കറണ്ട് സ്ട്രോങ് എന്നാണ്. ജോയിൻറ്റ് എന്നുള്ളതിനകത്തുനിന്ന് ജോയിൻറ്റ് സിറ്റിംഗ് ഓഫ് ദ 2 ഹൗസസ് എന്ന് ഓർക്കാം. കറണ്ട് എന്നുള്ളത് കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് ഓർത്തെടുക്കാം. സ്ട്രോങ് അതായത് അങ്ങനെ ഓസ്ട്രേലിയയിൽ നിന്ന് കണക്ട് ചെയ്ത് വെക്കാം. അടുത്തത് ഫ്രാൻസിനകത്ത് നിന്ന് കൺസെപ്റ്റ് ഓഫ് റിപ്പബ്ലിക് എന്ന ആശയം. ഐഡിയൽസ് ഓഫ് ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രാറ്റേണിറ്റി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. നമ്മളിതൊക്കെ പ്രിയാമ്പിളുടെ സെക്ഷൻ പറഞ്ഞപ്പം എക്സ്പ്ലെയിൻ ചെയ്ത ടേംസുകളാണ്. റിപ്പബ്ലിക്, ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രാറ്റേണിറ്റി. അപ്പോൾ ഇതെല്ലാം ഫ്രാൻസിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. റിപ്പബ്ലിക് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു രാഷ്ട്രത്തലവനെ അവിടുത്തെ ജനങ്ങൾ നേരിട്ടോ അല്ലാതെയോ തിരഞ്ഞെടുക്കുന്ന ഒരു രീതിയാണ്. അങ്ങനെയുള്ള ഒരു രീതി പുലർത്തുന്ന കൺട്രീസാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. ലിബർട്ടി സ്വാതന്ത്ര്യം, ഇക്വാലിറ്റി സമത്വം, ഫ്രാറ്റേണിറ്റി സാഹോദര്യം. അപ്പോൾ ഇത് ഓർത്തിരിക്കാനായിട്ട് കോഡ് എന്ന് പറഞ്ഞാൽ ഫ്രാൻസിസ് ഫെൽ പബ്ലിക്കായിട്ട് ഫ്രാൻസിസ് എന്ന് പറഞ്ഞ ആൾ വീണു, ഫെൽ. അപ്പം ഫ്രാൻസിസ് എന്നുള്ളത് ഫ്രാൻസ് എന്ന് ഓർത്തെടുക്കാം. ഫെല്ല് FEL അത്രയും മാത്രം മതി. F ഫോർ ഫ്രാറ്റേണിറ്റി, E ഫോർ ഈക്വാലിറ്റി, L ഫോർ ലിബർട്ടി, പബ്ലിക്ക് അന്ന് റിപ്പബ്ലിക്ക്, കൺസെപ്റ്റ് ഓഫ് റിപ്പബ്ലിക്ക്. അടുത്ത റഷ്യ, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, പിന്നെ പഞ്ചവത്സര പദ്ധതി. ഇത് രണ്ടും ആണ് റഷ്യയിൽ നിന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് നമ്മൾ നേരത്തെ പറഞ്ഞത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഇത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, അതായത് കടമകൾ, പൗരന് ചെയ്യേണ്ട കടമകൾ. അതായത് ദേശീയ പതാകയെ ബഹുമാനിക്കുക, ദേശീയ ഗാനത്തെ ബഹുമാനിക്കുക, നമ്മുടെ ഈ എൻവയോൺമെൻറ്റൊക്കെ സംരക്ഷിക്കുക, അങ്ങനെ കടമകൾ. സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യമല്ല, നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന ഐഡിയ റഷ്യയിൽ നിന്നാണ്. പഞ്ചവത്സര പദ്ധതികൾ നമ്മൾ കേട്ടിട്ടുണ്ട്, ആ ഐഡിയ റഷ്യയിൽ നിന്നാണ്. ഇതിൻ്റെ കോഡെന്ന് പറയുന്നത് റഷ് ഫോർ 5 year FD, 5 വർഷ ഫിക്സഡ് ഡിപ്പോസിറ്റിന് വേണ്ടി റഷ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ റഷ് എന്നുള്ളതെന്ന് റഷ്യയിൽ നിന്ന് ഓർത്തെടുക്കാം. 5 എന്നുള്ളതെന്ന് 5 ഈ പഞ്ചവത്സര പദ്ധതികൾ. FD ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. കാനഡ ഫെഡറൽ സംവിധാനം, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, റെസിഡ്യൂറി പവേഴ്സ് ഇൻ ദ സെൻറ്റർ. ഫെഡറൽ സംവിധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഒരു കേന്ദ്ര ഗവൺമെൻറ്, അതിന് താഴെ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ, അങ്ങനെ ഒരു ഹൈറാർക്കിയാണ് ഫെഡറൽ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് നമ്മൾ പറഞ്ഞു. റെസിഡ്യൂറി പവേഴ്സ് ഇൻ ദ സെൻറ്റർ, അതായത് യൂണിയൻ ലിസ്റ്റിലും സ്റ്റേറ്റ് ലിസ്റ്റിലും കൺകറൻറ്റ് ലിസ്റ്റിലും അല്ലാതെയുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ, അതിനെക്കുറിച്ചുള്ള നിയമനിർമ്മാണം പാർലമെൻറ്റിനാണ്. അത് അവശിഷ്ടാധികാരം, റെസിഡ്യൂറി പവേഴ്സ് എന്ന് പറയും. അപ്പോൾ ആ ഒരു ഐഡിയ വന്നിരിക്കുന്നത് കാനഡയിൽ നിന്നാണ്. അപ്പോൾ അതിൻ്റെ കോഡെന്ന് പറയുന്നത് വി ക്യാൻ സെൻഡ് റുപ്പീസ് ത്രൂ ഫെഡറൽ ബാങ്ക് ടു US. നമുക്ക് ഫെഡറൽ ബാങ്ക് വഴി റുപ്പീസ് US അയക്കാം. അപ്പോൾ വി ക്യാൻ എന്നുള്ളത് കാനഡ എന്ന് കണക്ട് ചെയ്യാം. സെൻഡ് റുപ്പീസ് റെസിഡ്യൂറി പവേഴ്സ് എന്ന് ഓർത്തെടുക്കുക.
ഫെഡറൽ സംവിധാനം. ബാക്ക് ടു US, U ഫോർ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്. അടുത്ത USA ന്ന് കുറച്ച് അധികം പോയിൻറ്റ്സുകളുണ്ട്. ഇംപീച്ച്മെൻറ്റ് ഓഫ് ദ പ്രസിഡൻറ്റ്, ഫങ്ഷൻസ് ഓഫ് പ്രസിഡൻറ്റ് ആൻഡ് വൈസ് പ്രസിഡൻറ്റ്, റിമൂവൽ ഓഫ് സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട് ജഡ്ജസ്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ജുഡീഷ്യൽ റിവ്യൂ, ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി, ദ പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇത് പറയുമ്പോഴത്തേക്കും ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പിന്നെയും വന്നേക്കെന്ന് ചിന്തിക്കരുത്. നേരത്തെ വന്ന ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഈ അടിയന്തര സമയത്ത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് സസ്പെൻഡ് ചെയ്യപ്പെടുന്നു എന്നുള്ള ഒരു കൺസെപ്റ്റാണ്. ഇംപീച്ച്മെൻറ്റ് ഓഫ് ദ പ്രസിഡൻറ്റ്, ഈ പ്രസിഡൻറ്റിനെയൊക്കെ നീക്കം ചെയ്യുന്ന പ്രോസസ്സാണ് ഇംപീച്ച്മെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ പ്രസിഡൻറ്റിൻ്റെ, വൈസ് പ്രസിഡൻറ്റിൻ്റെയൊക്കെ ഫങ്ഷൻസ്, പിന്നെ സുപ്രീം കോടതി ജഡ്ജിമാർ, ഹൈക്കോടതി ജഡ്ജിമാരെയൊക്കെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നമ്മൾ പറഞ്ഞു എന്താണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന്. ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുമ്പോഴത്തേക്കും റിവ്യൂ ചെയ്യാം നമ്മുടെ ഈ സുപ്രീം കോർട്ടിന്, ഹൈക്കോർട്ടിനൊക്കെ ഈ പാർലമെൻറ്റൊക്കെ ഇറക്കുന്ന നിയമങ്ങൾ കറക്റ്റാണോ, കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ചേർന്ന് പോകുന്നുണ്ടോ എന്നൊക്കെ റിവ്യൂ ചെയ്യാം. അങ്ങനെ ചേർന്ന് പോകുന്നില്ലെങ്കിൽ ആ ഇറക്കുന്ന നിയമങ്ങൾ റദ്ദ് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ജുഡീഷ്യൽ റിവ്യൂവിനകത്ത് വരുന്നത്. ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറിയുടെ ഇൻഡിപെൻഡൻസ്, സ്വതന്ത്രമായ ജുഡീഷ്യറി, അങ്ങനെ ആശയം. ദ പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിൾ, അത് USA എന്നാണ് കടമെടുത്തിരിക്കുന്നത്. നമ്മൾ പ്രിയാമ്പിളെ സെക്ഷൻ പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു. അപ്പോൾ അതിൻ്റെ കോഡെന്ന് പറയുന്നത്, ഇന്ത്യയിലുള്ള അമ്പി എന്നയാൾ ഫണ്ണായിട്ടുള്ള ഒരു റിവ്യൂ ഇട്ടു. ആ റിവ്യൂ എന്താണ്? ഒരു ജഡ്ജ് വൈസ് പ്രസിഡൻറ്റിനെ പിച്ചി എന്നുള്ള ഒരു കാര്യത്തിലുള്ള റിവ്യൂ ആണ് ഇട്ടത്. യൂട്യൂബിലാണ് ഇട്ടെന്ന് വെച്ചോ. അപ്പോൾ ഇന്ത്യ എന്നുള്ളതിനകത്ത് നിന്ന് ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി, ആംബി എന്നുള്ളതിനകത്ത് പ്രിയാമ്പിൾ എന്ന് ഓർത്തെടുക്കാം. ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, റിവ്യൂ, ജുഡീഷ്യൽ റിവ്യൂ, ജഡ്ജ്, റിമൂവൽ ഓഫ് സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട് ജഡ്ജസ്, വൈസ് പ്രസിഡൻറ്റ്, ഫങ്ഷൻസ് ഓഫ് പ്രസിഡൻറ്റ് ആൻഡ് വൈസ് പ്രസിഡൻറ്റ് ഓർത്തെടുക്കാം. പിച്ചി, ഇംപീച്ച്മെൻറ്റ്. അടുത്ത അയർലൻഡിൽ നിന്ന് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, മാർഗ്ഗനിർദ്ദേശക തത്വങ്ങൾ. മെത്തേഡ് ഓഫ് എലക്ഷൻ ഓഫ് ദ പ്രസിഡൻറ്റിൻ്റെ എലക്ഷൻ്റെ മെത്തേഡ്, പ്രസിഡൻറ്റിനെ എലക്ട് ചെയ്യുന്ന മെത്തേഡ്. നോമിനേഷൻ ഓഫ് മെമ്പേഴ്സ് രാജ്യസഭയിലേക്ക് മെമ്പേഴ്സിനെ നോമിനേറ്റ് ചെയ്യുമല്ലോ, ആ നോമിനേറ്റ് ചെയ്യുന്ന പ്രോസസ്സ്. ഇതൊക്കെ അയർലൻഡിൽ നിന്നാണ്. മാർഗ്ഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. എന്നാലും ഈ ഒരു ബെറ്റർ കൺട്രി ആക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ, അതാണ് മാർഗ്ഗനിർദ്ദേശക തത്വങ്ങൾ സിമ്പിളി പറയുകയാണെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ കോഡെന്ന് പറയുന്നത്, ഐ ഡയറക്റ്റ് മൈ ഫാമിലി മെമ്പേഴ്സ് ആസ് എ പ്രസിഡൻറ്റ്. ഒരു പ്രസിഡൻറ്റിനെ പോലെ ഞാൻ എൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ ഡയറക്റ്റ് ചെയ്യുന്നു. ഡയറക്റ്റ് എന്നുള്ളതിനകത്തുനിന്ന് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, മെമ്പേഴ്സ് എന്നുള്ളതിനകത്തുനിന്ന് നോമിനേഷൻ ഓഫ് മെമ്പേഴ്സ് ടു രാജ്യസഭ, പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്ന വിധം. അടുത്ത ബ്രിട്ടനിൽ നിന്നാണ് പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് എന്ന ആശയം. സിംഗിൾ സിറ്റിസൺഷിപ്പ്, അതായത് ഇന്ത്യയിൽ സിംഗിൾ സിറ്റിസൺഷിപ്പാണ്. അപ്പോൾ ഏത് സ്റ്റേറ്റ് വൈസ് ഉള്ള ഓരോ സ്റ്റേറ്റിനും ഓരോ പൗരത്വം, അങ്ങനെയല്ല, ഏക പൗരത്വമാണ്. ബൈക്യാമറലിസം എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ 2 ഹൗസസായിട്ട് തിരിച്ചിട്ടുള്ള, ഇപ്പോൾ പാർലമെൻറ്റിനകത്ത് ലോക്സഭ, രാജ്യസഭ, അതാണ് ബൈക്യാമറലിസം. ആ ഒരു ഐഡിയ വന്നത് ബ്രിട്ടനിൽ നിന്നാണ്. റൂൾ ഓഫ് ലോ, നിയമവാഴ്ച. ക്യാബിനറ്റ് സിസ്റ്റം, പിന്നെ ലെജിസ്ലേറ്റീവ് പ്രൊസീജിയർ, റിട്ടുകൾ എന്ന് പറയുമ്പോഴത്തേക്കും ഈ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നുണ്ട്. റിട്ടുകൾ എന്ന് പറയുമ്പോഴത്തേക്കും ഈ മൗലിക അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കോടതികളൊക്കെ പുറപ്പെടുവിക്കുന്ന കൽപ്പനകളാണ് റിട്ടുകൾ എന്ന് പറയുന്നത്. പലതരം റിട്ടുകളുണ്ട്, ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, കൊവാറൻഡോ, അങ്ങനെ. ഇതിൻ്റെ കോഡെന്ന് പറയുന്നത്, PGക്ക് പഠിക്കുന്ന സിറ്റിസൻ്റെ ബൈക്ക് റോഡിൽ കാറുമായിട്ട് തട്ടി ആക്സിഡൻ്റായി, ലെഗ് ഒടിഞ്ഞു, സ്റ്റിച്ചിട്ടു. ഇതിനകത്ത് PG എന്നുള്ളതിനകത്തുനിന്ന് പാർലമെൻ്ററി ഗവൺമെൻറ്, PG പഠിക്കുന്ന സിറ്റിസൺ, സിംഗിൾ സിറ്റിസൺഷിപ്പ്, സിറ്റിസൻ്റെ ബൈക്യാമറലിസം, റോഡ് അതിന് റൂൾ ഓഫ് ലോ, കാറ് ക്യാബിനറ്റ് സിസ്റ്റം, ആക്സിഡൻറ്റ് ആയിട്ട് ലെഗ് ലെജിസ്ലേറ്റീവ് പ്രൊസീജിയർ, സ്റ്റിച്ച് ടു റിട്ട്. ഇത്ര ആകുമ്പോഴത്തേക്കും ഈ ഒരു സെക്ഷൻ അങ്ങ് തീരുവാണ്. പ്രധാനപ്പെട്ട കടമെടുത്ത ആശയങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പോയി, കോഡുമായിട്ട് ആണ് പറഞ്ഞു പോയത്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാം. എക്സാം ഹാളിൽ പോയിരിക്കുമ്പോഴത്തേക്കും ഈ ഒരു കുറച്ച് കോഡുകളുണ്ടല്ലോ, അത് ഒക്കെ ഒന്ന് ഓർമ്മയിലേക്ക് എടുത്തിട്ട് നമുക്ക് വരുന്ന ചോദ്യം അനുസരിച്ച് ഇന്ന കാര്യം ഈ ഒരു രാജ്യത്തിൽ നിന്ന് എടുത്താണെന്ന് കണക്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.